ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. മലപ്പുറം കിച്ചൺ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത യൂട്യൂബിലൊരു നാഴികക്കല്ല് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ആ ചാനലിനെ രേഖപ്പെടുത്താം കേട്ടോ. മലപ്പുറം കിച്ചൺ എന്ന് പറയുമ്പോൾ മലപ്പുറം താത്ത എന്നുള്ള ആ ഒരു സ്ത്രീയുടെ കറുത്ത പർദ്ദയിലുള്ള ഒരു രൂപമാണ് നമ്മുടെ മനസ്സിൽ വരിക. അതിൻ്റെ ഒരു പ്രത്യേകത ഇതുവരെ അവരുടെ അവതാരികയുടെ മുഖമോ രൂപമോ ഒന്നും ഐഡൻറ്റിറ്റി ഒന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്നിട്ടും അവരുടെ ആ ലോക്കൽ ലാംഗ്വേജ്, നാടൻ ഭാഷ, നാടൻ വിഭവങ്ങൾ, അവരുടെ അടുക്കളയിലെ ചിട്ടയും വെടുപ്പും വൃത്തിയും ഒക്കെ അതുവരെ പരിചയിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള ഫീല്. പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറഞ്ഞൊരു ജില്ലയിൽ നിന്ന് അധികമൊന്നും ചില സാമുദായിക വിലക്കുകളും കാരണം അധികമൊന്നും സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരാനായിട്ട് മടിക്കുന്ന ഒരു സമയത്താണ് മലപ്പുറം താത്ത ധൈര്യമായിട്ട് തുടക്കത്തിൽ അവർ നൈറ്റിയൊക്കെ ഇട്ട് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ പിന്നെ അത് പർദ്ദയിലേക്ക് മാറിയും അവരുടെ ജീവിതത്തിൽ അവർ പോലും വിചാരിക്കാതെ ഭർത്താവിൻ്റെ തണലിൽ ഒതുങ്ങിക്കൂടി 3 കുഞ്ഞുങ്ങളെയും വളർത്തിയിരുന്ന ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ചിന്തിക്കാൻ പറ്റാത്ത ആ യൂട്യൂബ് വരുമാനം അവരുടെ ജീവിതത്തിനെ ആകെ മാറ്റിമറിച്ച് കളഞ്ഞു. ആ വരുമാനമൊക്കെ അവരുടെ വീട്ടിലെ ഭൗതിക സൗകര്യങ്ങൾ കൂട്ടാനും സ്വന്തം വീട്ടിലെ കുടപ്പുറപ്പുകളെ ആയാലും അമ്മയൊക്കെ സഹായിക്കാനും ഒക്കെ അവർ ഒരു മടിയും കാണിക്കാതെ അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഒരു മറയില്ലാതെ അവർ യൂട്യൂബിലൂടെ കാണിച്ചു തന്നു. അവരുടെ ഹസ്ബൻഡിനെ കാണിച്ചു തന്നു, കുഞ്ഞുങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ 2 പെൺകുട്ടികൾ ഉൾപ്പെടുന്ന 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന കുടുംബം. ഭർത്താവാണെങ്കിൽ വഴിയോര കച്ചവടക്കാരനാണ്, പക്ഷേ അയാൾ വളരെ ജെനുവനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും അയാൾ ഏശുന്നുണ്ടായിരുന്നില്ല. അയാൾ അതിലൊന്നും കൂടുതൽ സന്തോഷം കാണിക്കുകയെ എന്നാൽ ഭാര്യയോടൊപ്പം അതിനെല്ലാ പിന്തുണയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാറ് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കാറ് വാങ്ങണം. ഒരു സ്ത്രീ കാറ് വാങ്ങുന്നു, ഡ്രൈവിംഗ് പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതുവരെ അവർ ജീവിച്ച ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറയണ പോലെ കാറിൽ അവർ സഞ്ചാരം വളരെ അധികമായിരുന്നു. എല്ലാ സാധനങ്ങളും വാങ്ങാനും അവർ 2-3 പ്രാവശ്യം കാറിലൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഈ പിന്തിരിപ്പൻ മനുഷ്യരുടെ ആ ദുഷിച്ച മനസ്സ്, എന്തിനാ നീ നിൻ്റെ ഭാര്യേനെ കയറൂരി വിട്ടൊക്കെയാണോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആ ഭർത്താവിനോടുള്ള ചോദ്യങ്ങൾ. ഭർത്താവാണെങ്കിൽ ഒരു കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് അയാൾക്ക് ആവശ്യമായതുകൊണ്ട് അയാൾ വീട്ടിൽ പറയുന്നു, നീ ഇങ്ങനെ പോകാൻ പാടില്ല, കാർ ഇനി അധികം എടുക്കണ്ട, അവിടുന്ന് ഇവിടുന്നൊക്കെ വല്ല അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല, അങ്ങനെയൊക്കെ ഒരു ഭർത്താവിൻ്റേതായിട്ടുള്ള ഉത്കണ്ഠയിൽ അയാൾ പറയുന്നു. ഇവരതിനെ ഖണ്ഡിക്കുന്നു. എന്തൊക്കെയായാലും സ്വന്തമായിട്ടുള്ളൊരു വരുമാനം, തൻ്റെ കാലിൽ നിൽക്കാനുള്ളൊരു തൻ്റെ ഇടം, അതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ ചില വാക്കുകൾ പറയുമ്പോൾ അവിടെ അവർ ദാമ്പത്യ തർക്കങ്ങൾ ഉണ്ടാവുന്നു. അവരവരുടെ വീട്ടിൽ കുറേ നാൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം 3 കുട്ടികളെയും ഭർത്താവിനെയും വിട്ടിട്ട് അവർ ഏത് സ്വർഗത്തിൽ വന്ന് നിന്നാലും അവിടെ സ്വന്തം അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവരുടെ മനസ്സ് എപ്പോഴും എന്തായിരിക്കും, വേവലാതിയായിരിക്കും അല്ലേ. 2 വലിയ പെൺകുട്ടികൾ, ഒരു മകൻ. അപ്പോൾ ആ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാനുള്ളതിൻ്റെ ഭാഗമായിട്ട് അവർ വീണ്ടും എക്സ്ക്യൂസ് പറഞ്ഞ് ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. വീണ്ടും അവരൊരു പ്രാവശ്യം കൂടിയും പിണങ്ങി വീണ്ടും പോകുന്നു. ആ 2ാമത്തെ പ്രാവശ്യം പിണങ്ങി നിൽക്കുമ്പോൾ കുറേ അധികം ദിവസം ഗ്യാപ്പാവുന്നത് കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആ ദാമ്പത്യമായിട്ടുള്ള ബന്ധങ്ങളിലും മാനസികമായിട്ടുള്ള അടുപ്പത്തിലൊക്കെ ചില വിടവുകൾ വരുമ്പോൾ പിന്നെ നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു അമ്മയുടെ അസാന്നിധ്യം ഒട്ടും ബാധിക്കാത്ത രീതിയിൽ അവരൊരു 3-4 മാസം ജീവിക്കുകയും പിന്നെ ഇവരങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ചില പ്രത്യേക രീതിയിലുള്ള നിഷ്ഠകൾ ആ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്ന രീതിയിലൊക്കെ ഇവിടെ ജീവിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി, ഇത് ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ അലൗഡ് ആവില്ല എന്നുള്ള രീതിയിലൊക്കെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ആജ്ഞാശക്തിയോടെ പറയുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരുടെ നിസ്സഹായത, അവർക്ക് അവരുടെ മക്കളെ പിരിഞ്ഞിഞ്ഞ ഒരു ജീവിതമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അതിന് സമ്മതിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ ചാനൽ ഇപ്പോൾ യൂട്യൂബിലില്ല. ഇനി ഒരു തിരിച്ചു വരവ് വേണ്ട ചാനലാണെങ്കിൽ അത് പ്രത്യേകമായിട്ട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ശാരീരികമായിട്ടുള്ള വല്ല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എനിക്കിത് ഇങ്ങനെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ തൽക്കാലം ചാനലിന് വിട പറയുകയാണ്, പക്ഷേ ഞാൻ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ആ ചാനൽ അവിടെ തന്നെ നിലനിർത്തി കൊണ്ടുപോവാം. പക്ഷേ ഇത് ഒന്നുമല്ല. ഒരു സുപ്രഭാതത്തിൽ മുമ്പേ ഒരു വീഡിയോ ഇട്ട് അതിലൊരു ക്ലൂ പോലും തരാതെ ഒരു സുപ്രഭാതത്തിൽ ആ ചാനൽ മുഴുവൻ അങ്ങോട്ട് മാഞ്ഞു പോവുകയാണ്. ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം, ഇത് നിർത്താനായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രേരണ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇത് നിർത്തിയേ പറ്റൂ, അതല്ലെങ്കിൽ അവരുടെ ജീവിതം അവിടെ ഫുൾ സ്റ്റോപ്പ് ആവും എന്നുള്ളൊരു ഘട്ടത്തിലായിരിക്കാം ആ സ്ത്രീ അത് ചെയ്തിട്ടുണ്ടാവുക. വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അത്. കാരണം അവർ ആ ചാനലിനെ അവരുടെ ഒരു ഉപജീവന മാർഗമായിട്ടും തൊഴിലായിട്ടും കൊണ്ടു നടന്നിരുന്നൊരു സ്ത്രീയാണ്. പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ വരുത്തി അവർ പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുതന്ന
അവരുടെ വരുമാനോപാധി, പ്രത്യേകിച്ച് തൊഴിൽ എന്നുള്ള രീതിയിൽ അവരതിനെ സർവാത്മന ബഹുമാനിച്ചിരുന്നു. പ്രൊമോഷൻ വർക്കുകൾ ചെയ്തിരുന്നു. അവർ സദാസമയം ട്രൈപോഡുമായിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. എങ്ങോട്ട് പോകുമ്പോഴും അവരുടെ യൂട്യൂബ് എന്നുള്ള ആ യൂട്യൂബിനോടുള്ള, പ്രത്യേകിച്ച് അവർക്ക് കിട്ടുന്ന വരുമാനത്തിനോടുള്ള, അവരുടെ ജീവിതത്തിലെ പുതിയ സൗകര്യങ്ങളൊക്കെ അവർക്ക് കൊണ്ടുതന്ന ഒരു തൊഴിലിനോടുള്ള സ്നേഹം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അവർ പറയാറുണ്ട്, എൻ്റെ ജീവനോളം തന്നെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ യൂട്യൂബും എന്നുള്ളത്. അവരത്രയും ആ ഒരു യൂട്യൂബിനെ സർവാത്മന ബഹുമാനിച്ചിരുന്നു. എന്നിട്ട് പോലും ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ, സാമുദായികമായിട്ടുള്ള വിലക്കുകളായാലും കുടുംബത്തിൽ നിന്നുള്ള വിലക്കുകളായാലും, ഇനി ആരോഗ്യപരമായിട്ടാണെങ്കിൽ അവരത് സൂചിപ്പിച്ചേനെ, എങ്ങനെയായാലും ആ ചാനൽ അപ്രത്യക്ഷമായിട്ട് തന്നെ ഇല്ലാതെയായി പോവുക എന്ന് പറയുന്നത് അവളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടകരമായ കാര്യമാണ്. അത്രമാത്രം വ്യൂസ് ഉണ്ടായിരുന്ന ചാനലായിരുന്നു. അതിലവർ ഒരുപാട് വ്ളോഗ്സ് ഉണ്ടായിരുന്നു, അവരുടെ ഹസ്ബൻഡിൻ്റേത് ഉൾപ്പെടെ. അപ്പോൾ അതിനെ തീർത്തും അവർ ഇല്ലാതെയാക്കി പോയതിന് ഒരു പക്ഷേ അപ്പുറത്ത് നിന്നും അവരുടെ വ്ളോഗുകൾ ഡിലീറ്റ് ചെയ്ത്, ഇത്രയും വ്ളോഗുകൾ അവരുടെ ഹസ്ബൻഡും കുട്ടികളൊക്കെ ഉൾപ്പെടുന്ന ഒരുപാട് വ്ളോഗുകൾ ഉണ്ടായിരുന്നു. അപ്പം ശക്തമായിട്ടുള്ളൊരു വിലക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ചാനലിൽ നിന്ന് തന്നെ ആ ചാനൽ തന്നെ അപ്രത്യക്ഷമായി പോവുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ഇന്നത്തെ സമൂഹത്തിലെ ആയത് തന്നെയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.